അപ്പൊ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. മൂന്നാർ വരെ പോവാണ്. അനന്തോണ്ണനും രുതീഷണ്ണനും ദിലീപണ്ണനും ഫാമിലി ആയിട്ട് പോകുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വലിഞ്ഞു കയറി പോയതാണ്. എനിക്ക് പിന്നെ കൊണ്ടുപോകാൻ പെണ്ണുമ്പിള്ളയും മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വലിഞ്ഞു കയറി അവരുടെ കൂടെ പോയി. ഞങ്ങൾ കുറ്റിക്കാനം വഴിയാണ് പോയത്. പോയ വഴിക്ക് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൽ വന്നിറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നല്ല പനങ്ങൾ കിട്ടുന്ന ഷാപ്പുണ്ട്. അവിടെ കയറി ഓരോ ഗ്ലാസ് കള്ളും. എല്ലാവരും വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ കൊണ്ടാണ് വന്നത്. എന്റെ പൊതിച്ചോറ് ദിലീപണ്ണനാണ് കൊണ്ടുവന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി ആ പൊതിച്ചോറൊക്കെ കഴിച്ചിട്ടാണ് യാത്ര തുടർന്നത്. പോകുന്ന വഴിക്ക് കുറച്ച് ഓഫ് റോഡ് യാത്രകളൊക്കെ ചെയ്ത് പൊന്മുടി ഡാമിന്റെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ ആനച്ചാലിൽ ബുക്ക് ചെയ്ത് ഏതൻ വുഡ്സ് റിസോർട്ടിൽ ഞങ്ങൾ എത്തിയത്. ഒന്നും പറയില്ല, അടിപൊളി റിസോർട്ട്. മൂന്നാറിൽ തന്നെ ലക്ഷറി റിസോർട്ടുകളൊന്നാണ് ഈ ഏതൻ വുഡ്സ് റിസോർട്ട്. ചെന്ന് കയറിയപ്പോൾ തന്നെ മാലയൊക്കെ ഇട്ട് അതിഗംഭീരമായിട്ടാണ് ഞങ്ങളെ അവർ സ്വീകരിച്ചത്. ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകളും ആക്ടിവിറ്റീസുകളും ഒക്കെ ഈ റിസോർട്ടിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫ് സർവീസ്, അത് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഞങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ഐസ്ക്രീം കുടിച്ച് നേരെ പോയത് ചായ കുടിക്കാനാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 3:30 കഴിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ചായ കുടിച്ചിട്ട് റൂമിലോട്ട് പോകുന്നത്. അങ്ങനെ നല്ല ചൂട് ഉഴുന്നുവടയും ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ചെന്ന റൂമിലേക്ക്. ഇതാണ് ഞങ്ങളുടെ റൂം. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നല്ല പ്രീമിയം റൂം. റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോൾ കാഴ്ചയാണിത്. അങ്ങനെ റൂമിൽ ചെന്നിട്ട് നേരെ പോയത് സിപ്പ് ലൈനിൽ കയറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സിപ്പ് ലൈനിൽ കയറുന്നത്. ഒരു രക്ഷയില്ല, വേറെ വൈബാണ്. അങ്ങനെ സിപ്പ് ലൈനിലൊക്കെ കയറി കഴിഞ്ഞ് നേരെ പോയി ചാടിയത് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളിലാണ്. അങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് നേരെ പോയത് റെയിൻ ഡാൻസിലോട്ട്. അനന്തോണന്റെ വെറൈറ്റി സ്റ്റെപ്പുകളാണ് ഗൈസ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡാൻസും അടിച്ചുപൊളിയും കണ്ടിട്ട് അവിടെ നിന്ന് നോർത്ത് ഇന്ത്യൻസ് ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ ഡാൻസും കൂത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് മൂന്നാർ ടൗണിലേക്ക് ഫുഡ് കഴിക്കാനാണ്. ദോശയും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും മീൻ വറുത്തത് അങ്ങനെ എന്തൊക്കെയോ വലിച്ചു വാരി തിന്നിട്ട് നേരെ റൂമിലേക്ക് വന്നു.